മായന്നൂർ പാലം ഉദ്ഘാടനം മാർച്ച് 7 നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗായത്രി പുഴയ്ക്ക് കുറുകെ ഇരു ഗ്രാമങ്ങളായിട്ടുള്ള തിരുവില്ലാമലയിലെ കുത്താമ്പുള്ളിയെയും അതുപോലെ കൊണ്ടാഴിയിലെ മായന്നൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പാലം എന്നത് ദീർഘകാലത്തെ ആവശ്യമായിരുന്നു. ഇന്നത് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. 2016-17 കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 33.14 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഈ വരുന്ന 7-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് കേരളത്തിന്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ മുഹമ്മദ് റിയാസ് നിർവഹിക്കുന്നത്. കൈത്തറി ഗ്രാമത്തിന്റെ വികസന സാധ്യതകൾ തുറന്നുകൊണ്ട് നിർമ്മാണം പൂർത്തിയായ കൊണ്ടാഴി കുത്താമ്പുള്ളി പാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ചേലക്കര MLA UR പ്രദീപ് അധ്യക്ഷത വഹിക്കുന്ന ഉദ്ഘാടന സദസ്സിൽ K രാധാകൃഷ്ണൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. പഴഞ്ഞൂർ ബ്ലോക്ക് പഞ്ചായത്ത്, തിരുവല്ലാമല, കൊണ്ടാഴി പഞ്ചായത്ത് ജനപ്രതിനിധികളും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും സന്നിഹിതരാകും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രശസ്ത സംഗീതജ്ഞൻ അലോഷിയുടെ ഗാനമേളയും വിവിധ കലാപരിപാടികളും അരങ്ങേറുമെന്ന് പഴഞ്ഞൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രശാന്തി, കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് സത്യഭാമ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അശോക് കുമാർ, ജിൻസി, ശൈലജ, വിനു എന്നിവർ പഴഞ്ഞൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രസ്തുത യോഗത്തിന്റെ അധ്യക്ഷനായി ചേലക്കര നിയോജക മണ്ഡലത്തിന്റെ ബഹുമാനപ്പെട്ട MLA ശ്രീ UR പ്രദീപ് അവർകളും, മുഖ്യ അതിഥിയായി ചേലക്കര നിയോജക മണ്ഡലത്തിന്റെ മുൻ MLAയും മുൻ മന്ത്രിയും അതുപോലെ തന്നെ ആലത്തൂർ നിയോജക മണ്ഡലത്തിന്റെ MP-യുമായിട്ടുള്ള ശ്രീ K രാധാകൃഷ്ണൻ അവർകളും പങ്കെടുത്തുകൊണ്ട് നടത്തുകയാണ്. യോഗത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി മേരി തോമസ്, അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാർ, മറ്റ് മുഖ്യാതിഥികൾ പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന ഈ ചടങ്ങിന് മുന്നോടിയായി കലാപരിപാടികളും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രശസ്ത സംഗീതജ്ഞനായിട്ടുള്ള ശ്രീ അലോഷിയുടെ ഗാനമേളയുമുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ 2 ഗ്രാമങ്ങളിലെ ആളുകളുടെ നേതൃത്വത്തിൽ വലിയ റാലിയും അതോടൊപ്പം തന്നെ കലാപരിപാടിയും വാദ്യഘോഷങ്ങളുമായി വലിയ ഉത്സവത്തിന്റെ അന്തരീക്ഷത്തിലാണ് ഈ പരിപാടി നടത്തുന്നത്.